നമ്മുടെ കുട്ടികളും നമ്മുടെ കുടുംബവും നമ്മുടെ തലമുറകളും വിശുദ്ധ ഖുർആനുമായി വളരെയേറെ ബന്ധപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു നല്ല അവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് വളരെ ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടെ നിബദ്ധത്തിൽ വെച്ച് പോകുന്ന ഒരു അവസ്ഥയിലാണ് നാം എല്ലാവരും ഉള്ളത്. ഇതിന് വ്യത്യസ്തമായ ഒരു മാനസികാവസ്ഥയില് ഈ വേദി വിട്ടു പോകുന്നവരാരെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ രണ്ട് നിബദ്ധത്തും, ഈ രണ്ട് താല്പര്യവും, ഈ രണ്ടാഗ്രഹവും വിശുദ്ധ ഖുർആനുമായി നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാട്ടുകാർക്കും മുഴുവൻ ആളുകൾക്കും ഖുർആനുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള അവസ്ഥയിലേക്ക് ആയെങ്കിൽ എന്ന് മനസ്സ് നിറഞ്ഞ ആഗ്രഹത്തോടു കൂടിയാണ് പ്രിയമുള്ളവരെ ഇന്നിവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളും ഇവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നത്. തീർച്ചയായും അതിന്റെ കാരണക്കാർ എന്ന നിലയ്ക്ക് ഹാഫിദ് മുഹമ്മദും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും അദ്ദേഹത്തെ സഹായിക്കുന്നതിൽ അദ്ദേഹത്തെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന അഭ്യുതകാംക്ഷികളും എല്ലാവരും അതിന് പങ്കുചേരും പങ്കാളികളാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമുക്ക് ലഭ്യമായ വിശുദ്ധ ഖുർആൻ ഇവിടെ പല പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടതുപോലെ ഏറ്റവും നല്ലതിലേക്ക് മനുഷ്യനെ നയിക്കുന്ന, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കുന്ന, എല്ലാ വിഷയങ്ങൾക്കും നിവാരണം നൽകുന്ന, മനുഷ്യ സമൂഹത്തെ ഏറ്റവും നല്ലതിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ. മനുഷ്യനാര് എന്ന് പഠിപ്പിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. മനുഷ്യന് എങ്ങനെയാണ് മനുഷ്യനായി ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. വിശിഷ്യ വർത്തമാന കാലഘട്ടത്തിൽ സത്യത്തിനും നീതിക്കും യാതൊരു സ്ഥാനവുമില്ലാതെ ലോകം മുഴുവനും അക്രമവും അനാചാരവും കൊലപാതകവും മദ്യപാനവും ലൈംഗിക അനാചാരത്വവും സാമ്പത്തിക ചൂഷണങ്ങളും എന്ന് വേണ്ട സകല തിന്മകളും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സർവത്ര വ്യാപകമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യ സമൂഹത്തെ സത്യത്തിന്റെ വഴിയിലേക്ക്, ധർമ്മത്തിന്റെ വഴിയിലേക്ക്, ഏറ്റവും ശരിയായ സമാധാനത്തിന്റെ വഴിയിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ഏകദേശം 2 ആഴ്ചകൾക്ക് മുമ്പ് ലോക ആരോഗ്യ സംഘടനയുടെ എല്ലാ രാജ്യത്തുമുള്ള ആരോഗ്യ പ്രവർത്തകർ ഒരുമിച്ചു കൂടിയ ഒരു വലിയ സമ്മേളനത്തിൽ രാജ്യം അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ ഏതെന്ന ചർച്ചയിൽ 3 വിഷയങ്ങളിലേക്കാണ് ലോകത്തുള്ള മുഴുവൻ ഭരണാധികാരികളും വന്നെത്തിയത്. 3 കാര്യങ്ങൾ. ഒന്നാമത് അധികരിച്ചു വരുന്ന ലൈംഗിക അരാജകത്വം. ഒന്നാമതായി അധികരിച്ചു വരുന്ന ലൈംഗിക അരാജകത്വം ലോകത്ത് നടക്കുന്ന സകല തെറ്റുകളുടെയും സകല കുറ്റങ്ങളുടെയും സകല ക്രിമിനലുകളുടെയും അടിസ്ഥാനം, അതിന്റെ കാരണം ലൈംഗിക അരാജകത്വത്തിന്റെ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചെന്നുചേരുന്ന അവസ്ഥയാണ് നാം കണ്ടുവരുന്നത്. ഒരു കൊലപാതകത്തിന്റെ വാർത്ത വായിച്ചാലും, ഒരു കളവുമായി ബന്ധപ്പെട്ട വാർത്ത വായിച്ചാലും, ഏതെങ്കിലും നിലയിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ നാം വായിച്ചാലും അതൊക്കെയും ചെന്നു നിൽക്കുന്നത് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ലോകത്തുള്ള മുഴുവൻ ഭരണാധികാരികളും ഒരുമിച്ച് കൂടിക്കൊണ്ട് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളായ എണ്ണിയ 3 വിഷയങ്ങളിൽ ഒന്ന് ലൈംഗിക അരാജകത്വമാണ്. 2 വർദ്ധിച്ചു വരുന്ന കൊലപാതകമാണ്. രണ്ടാമത്തത് കൊലപാതകം ഇത്ര നിസ്സാരവൽക്കരിക്കപ്പെട്ട ഒരു കാലം വേറെ ഉണ്ടായിട്ടില്ല. കൊലപാതകത്തിന്റെ കൊലയുടെ വാർത്ത ഇന്ന് വാർത്താ മാധ്യമങ്ങളിൽ യാതൊരു സ്ഥാനവുമില്ല. അത് ഇത്ര നിസ്സാരവൽക്കരിക്കപ്പെട്ട കൊലപാതകത്തെ ഇത്ര നിസ്സാരവൽക്കരിക്കപ്പെട്ട ഒരു കാലം മുമ്പ് നടന്നു പോയിട്ടില്ല. രാവിലെ നേരം വെളുത്താൽ രാത്രിയാവുന്നതിന് മുമ്പ്, രാത്രിയായാൽ നേരം വെളുക്കുന്നതിന് മുമ്പ് ഒരു ദിവസത്തെ 24 മണിക്കൂറിനകത്ത് ലോകത്ത് കൊല ചെയ്യപ്പെടുന്നവരുടെ എണ്ണം എത്രയെന്ന് ആർക്കും അറിയില്ല. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ലാ യദ്രിൽ ഖാതിലു ലിമാ ഖതല വലാ യദ്രിൽ മഖ്തൂലു ലിമാ ഖുതില. കൊലപാതകം ചെയ്യുന്നവൻ അറിയില്ല താൻ എന്തിനു കൊല്ലുന്നു എന്ന്, കൊല ചെയ്യപ്പെട്ടവൻ അറിയില്ല താൻ എന്തിനു കൊല ചെയ്യപ്പെട്ടു എന്ന്. രാവിലെ വീട്ടിൽ നിന്ന് സന്തോഷമായി ഓഫീസിലേക്ക് ഇറങ്ങിപ്പോയ 25-30 വയസ്സ് പ്രായമുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാര് ഓഫീസിലേക്ക് എത്തും മുമ്പ് വഴിമധ്യേ വെച്ച് കൊല ചെയ്യപ്പെട്ട വാർത്ത വീട്ടിലേക്ക് അറിയുന്ന സാഹചര്യം. ഓഫീസിൽ നിന്നും വൈകിട്ട് 8 മണിക്ക് വീട്ടിലേക്ക് മടങ്ങി വരുന്ന വീട്ടുകാരൻ രഹനാഥൻ 8:30 മണിയായി 9 മണിയായി 10 മണിയായി സാധാരണ വീട്ടിലേക്ക് വീട്ടിലേക്ക് വരുന്ന സമയമായിട്ട് വീട്ടിലേക്ക് എത്തുന്നില്ല. വഴിമധ്യേ വെച്ച് കൊല ചെയ്യപ്പെട്ടു എന്ന് വിവരം കിട്ടുന്ന അവസ്ഥ. ഈ വിവരങ്ങളൊന്നും ഇന്ന് യാതൊരു വാർത്താ പ്രാധാന്യവുമില്ലാതെ നിസ്സാരവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. ലോകത്ത് ഇത്ര വലിയ പ്രതിസന്ധിയുള്ള മറ്റൊരു വിഷയവുമില്ല എന്ന് ലോകത്തുള്ള മുഴുവൻ ഭരണാധികാരികളും തീരുമാനത്തിലെത്തിയിരിക്കുന്നു. രണ്ടാമത്തെ വിഷയം വർദ്ധിച്ചു വരുന്ന കൊലപാതകം. മൂന്നാമത്തെ വിഷയം വ്യാപകമായ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം. ലോകത്തിൽ ഏറ്റവും അധികം വിനിമയം ചെയ്യപ്പെടുന്ന കച്ചവടം ഏതാണ്? ലോകത്ത് ഏറ്റവും അധികം വിനിമയം ചെയ്യപ്പെടുന്ന കച്ചവടം കണക്കുകൾ അനുസരിച്ച് ആയുധ കച്ചവടത്തെക്കാൾ
ലോകത്തേക്കാൾ കൂടുതൽ ലോകത്തെ ഏറ്റവും അധികം കച്ചവടം ചെയ്യപ്പെടുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് ആയുധം, 2 മദ്യം, മറ്റൊന്ന് ആയുധം, മറ്റൊന്ന് മദ്യം, അതുപോലെ തന്നെ വേറെ 3ാമതൊരു സംഗതി കൂടിയുണ്ട്. എന്നാൽ ലോകത്തെ ഏറ്റവും അധികം ആയുധങ്ങളെക്കാൾ ഉപരി ലോകത്തേറെ കച്ചവടം ചെയ്യപ്പെടുന്ന വസ്തുവായി മാറിയിരിക്കുന്നതാണ് പ്രിയമുള്ളവരെ ലഹരി വസ്തുക്കള്. പല പേരുകളിൽ അറിയപ്പെടുന്ന ലഹരി വസ്തുക്കള് നമ്മുടെ സ്കൂളുകളിലും പരിസര പ്രദേശങ്ങളിലും പോലും, ഹൈസ്കൂൾ വേണ്ട UP തലത്തിൽ പഠിക്കുന്ന കുട്ടികൾ പോലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന, കുറഞ്ഞ അളവിലോ അല്ലെങ്കിൽ കൂടിയ അളവിലോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന അവസ്ഥയിൽ നിന്ന് മയക്കുമരുന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്നു. വ്യാപകമായ മയക്കുമരുന്നിന്റെ ഉപയോഗം, വർദ്ധിച്ചു വരുന്ന ലൈംഗിക അരാജകത്വം, അതിശീഘ്രം വളർന്നുകൊണ്ടിരിക്കുന്ന നിസ്സാരവൽക്കരിക്കപ്പെടുന്ന കൊലപാതകം, ഈ പറയപ്പെട്ട 3 വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ ലോകത്ത് സമാധാനമില്ല. വേറെ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും ഈ പറയപ്പെട്ട 3 കാര്യങ്ങൾക്ക് പരിഹാരം കാണാതെ ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ സാധിക്കില്ല എന്ന് ബുദ്ധിയുള്ളവരെ മുഴുവനും ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ നിശ്ചയമായും വിശുദ്ധ ഖുർആൻ അടിസ്ഥാനപരമായി 3 തെറ്റുകളിൽ നിന്നും മനുഷ്യനെ മാറ്റി നിർത്തി ഏറ്റവും നല്ലതിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുവാൻ പര്യാപ്തമാവുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഖുർആൻ നമുക്ക് സമ്മാനിക്കുന്നു എന്നത് ആധുനിക കാലഘട്ടത്തിലും മുഴുവൻ ജനങ്ങൾക്കും സ്വീകരിക്കാൻ പര്യാപ്തമാവുന്ന ഗ്രന്ഥം ഖുർആൻ മാത്രമാണ് എന്ന് നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ സാധിക്കുന്നതിന്റെ കാരണമായി തീരുകയാണ്. അതിലായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ നമുക്ക് നൽകിയ നിർദ്ദേശമുണ്ട്, നബവി നിർദ്ദേശം. ഉൻസുറുല്ലാഹി വൻസുറുൽ മദ്ലൂം. നിങ്ങൾ അക്രമിയെയും സഹായിക്കുക, ആക്രമിക്കപ്പെട്ടവരെയും നിങ്ങൾ സഹായിക്കുക. നിങ്ങൾ അക്രമിയെയും സഹായിക്കുക, ആക്രമിക്കപ്പെട്ടവരെയും സഹായിക്കുക. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞപ്പോൾ സഹാബത്തിന് സ്വാഭാവികമായി സംശയം വന്നു. അൻസുറുൽ മദ്ലൂം കൈഫ അൻസുറുല്ലാഹി. ഞങ്ങൾക്ക് മദ്ലൂമിനെ, ആക്രമിക്കപ്പെട്ടവരെ സഹായിക്കാം. ഞങ്ങൾ എങ്ങനെ അക്രമിയെ സഹായിക്കുക? അതിനായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അക്രമികളിലേക്ക് ഇറങ്ങിച്ചെന്ന്, കുഴപ്പം കാണിക്കുന്നവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കൈ പിടിച്ച് അവരെ തെറ്റിൽ നിന്നും പൂർണ്ണമായി മുക്തമാക്കി അവരെ നന്മയുടെ വഴിയിലേക്ക് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരല് നിങ്ങൾ അക്രമിയെ സഹായിക്കുകയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരു കുറ്റവാളി, ഒരു 20 or 22 വയസ്സുള്ള ഒരു പയ്യൻ, ഒരു യുവാവ് ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് അയാളെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ആരൊക്കെയാ ബുദ്ധിമുട്ടുന്നത്? അദ്ദേഹം, ആ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ, ഒരുപാട് പ്രതീക്ഷയോടെ ആ കുട്ടിയെ വളർത്തിയ മാതാപിതാക്കൾ, ആ യുവാവിന്റെ സഹോദരങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾ, ഏറ്റവും ചുരുങ്ങിയത് 500 പേരെങ്കിലും ഒരു മനുഷ്യനെ എന്തെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിൽ കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെട്ട് പോലീസ് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ 500 പേരെങ്കിലും അതിന്റെ പേരിൽ വിഷമം അനുഭവിക്കുകയാണ്, ഡയറക്റ്റ് ആയിട്ട് തന്നെ. പിന്നെ അല്ലാതെ തന്നെ എത്രയോ ആളുകൾ അതിന്റെ പേരിൽ വിഷമം അനുഭവിക്കുന്നു. നിങ്ങൾ അക്രമിയെ സഹായിക്കും. എങ്ങനെ സഹായിക്കണം? നമ്മുടെ സമൂഹത്തിൽ ഇത്തരം സ്വഭാവങ്ങളുള്ള തെറ്റുകുറ്റങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് നാം ഇറങ്ങിച്ചെന്ന് അവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവന്ന്, നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച് അതിന്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അധ്യാപനങ്ങളും നൽകി നിങ്ങൾ അവരെ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ സമൂഹത്തെ സഹായിക്കലാണെന്ന് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ള, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിനോട് നേരത്തെ പറയപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്നവരായി മാറുവാൻ ഈ വേദി നമുക്ക് സഹായകരമാകട്ടെ എന്ന് ആശംസിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഖുർആൻ നാം സ്ഥിരമായി ഓതുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾക്കറിയുമോ അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാരാണെന്ന്? സഹാബത്ത് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഹാലുൽ മുർതഹിൽ. മുർതഹിലായ ഹാല്, ഇറങ്ങുകയും വീണ്ടും യാത്ര പുറപ്പെടുകയും ചെയ്യുന്നവരാണ് അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരനായവൻ. സഹാബത്ത് ചോദിച്ചു, എന്താ നബിയെ ഹാല് മുർതഹിൽ എന്ന് പറഞ്ഞാൽ? ഇറങ്ങുകയും വീണ്ടും യാത്ര പുറപ്പെടുകയും ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ ഖുർആൻ പാരായണം ചെയ്യുന്നു, അങ്ങനെ ഖുർആൻ ഓതി അവസാനിപ്പിക്കുന്നു, ഖുർആൻ ഓതി അവസാനിപ്പിച്ചിട്ട് വീണ്ടും ആദ്യം മുതൽ ആരംഭിക്കുന്നു. അങ്ങനെ ഖുർആൻ സ്ഥിരമായി ഓതുന്ന, ഖുർആൻ ആദ്യം മുതൽ ഓതി അതിങ്ങനെ ഓതി അവസാനം വരെ എത്തിച്ച് വീണ്ടും ആദ്യം മുതൽ തന്നെ ഓതുന്ന ഹാലുമുർതഹിലായവനാണ് അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരനായവൻ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം ഖുർആൻ ആദ്യം മുതൽ ഇങ്ങനെ കൃത്യമായി നേരത്തെ ഷുഹൂർ ഉസ്താദ് പറഞ്ഞതുപോലെ സ്വന്തം ഓരോരുത്തരും ഖുർആൻ കൃത്യമായി സ്വന്തം
ഖുർആൻ ഓതി 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 വന്ന് അവസാനിപ്പിച്ച് വീണ്ടും ആദ്യം മുതൽ തുടങ്ങി ഖുർആൻ ഓതി ഇറങ്ങുകയും വീണ്ടും അത് ഓതുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരണം. നാം അതിനെ ശ്രദ്ധ വെച്ചാൽ തീർച്ചയായും സാധിക്കുമെന്നത് യാതൊരു സംശയമില്ല. എറണാകുളത്ത് എന്റെ ഒരു അനുഭവം പറയാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എറണാകുളത്ത് ഉസ്മാൻ എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. അദ്ദേഹം എറണാകുളം മാർക്കറ്റിലെ വലിയ കച്ചവടക്കാരനാണ്. മിക്കവാറും നമസ്കാരങ്ങൾക്ക് പള്ളിയിൽ കൃത്യമായി പള്ളിയിൽ വരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം 3 ദിവസം കൊണ്ട് ഖത്തം തീർക്കും. അദ്ദേഹം സാധാരണഗതിയിൽ 3 ദിവസം കൊണ്ട് ഖത്തം തീർക്കും. അദ്ദേഹം ബാക്കി എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അദ്ദേഹം വലിയ കച്ചവടക്കാരനാണ്, എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ അദ്ദേഹം 3 ദിവസം കൊണ്ട് ഖത്തം തീർക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ 3 ദിവസം കൊണ്ട് ഖത്തം തീർക്കുക? അദ്ദേഹം പറഞ്ഞു, ഞാൻ 5 വക്തും പള്ളിയിൽ ജമാഅത്തിന് പോകും. എല്ലാ നമസ്കാരങ്ങൾക്ക് പോകുമ്പോഴും ഇഖാമത്തിന് അരമണിക്കൂർ മുമ്പ് പോകും. നിസ്കാരത്തിലെ അരമണിക്കൂറിന് ശേഷം കടയിലേക്ക് പോകുള്ളൂ, അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുള്ളൂ. എല്ലാ വക്തത്തിന് മുമ്പും ഞാൻ ഒരു ജ്യൂസ് ഓതും, ആ വക്തത്തിന് ശേഷം ഒരു ജ്യൂസ് ഓതും. അങ്ങനെ ദിവസം 5 വക്ത്, അപ്പോൾ 10 ജ്യൂസ് ഓതും. അങ്ങനെ ഞാൻ 3 ദിവസം കൊണ്ട് ഖത്തം തീർക്കും, 30 ജ്യൂസ് ആകും. സാധാരണഗതിയിൽ തന്നെ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ അയാള് കച്ചവടങ്ങളും മറ്റു വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെ അയാൾ ദിവസം 10 ജ്യൂസ് വെച്ച് 3 ദിവസം കൊണ്ട് 30 ജ്യൂസ് ഓടി ഖത്തം തീർക്കുന്നു എന്ന് എറണാകുളം മാർക്കറ്റിൽ ഒരു വലിയ കച്ചവടക്കാരൻ അനുഭവം പറയുക. പ്രിയമുള്ളവരെ, നമുക്ക് ഒരുപാട് സമയമുണ്ട്. പക്ഷെ നമുക്ക് ഖുർആൻ ഓതുവാൻ ആഗ്രഹമോ അല്ലെങ്കിൽ അതിന് താല്പര്യമോ കാണാത്ത ഒരു അവസ്ഥ വന്നു പോയിരിക്കുന്നു. ഈ വേദി നമ്മുടെ മനസ്സിൽ പരിശുദ്ധ ഖുർആനിനോട് സ്നേഹവും മഹബത്തും ഉണ്ടാവുന്നതിനും ഖുർആൻ പാരായണം ചെയ്യുവാൻ പ്രചോദനമാകുന്നതിനും കാരണമായി തീരുന്ന ഒരു വേദിയായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ. ഈ പരിശുദ്ധമായ മത്സരത്തിലും അതുപോലെ ഈ വേദിയിലും ഒക്കെ സംബന്ധിച്ച വിശിഷ്യ നമ്മുടെ ഹാഫിദ് മുഹമ്മദ് ഉൾപ്പെടെയുള്ള എല്ലാ ഹാഫിദുകൾക്കും ഹൃദ്യമായ അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ടും നമ്മുടെ അനുഗ്രഹീതമായ വേദിയിൽ സംബന്ധിച്ച മുഴുവൻ ആളുകൾക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ടും ഈ പരിപാടിയുടെ സംഘാടകർക്ക് എല്ലാ നന്ദിയും അറിയിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ സംഭരിക്കുകയാണ്. നമ്മുടെ പരിപാടിയുടെ സമാപന സെക്ഷൻ ഹാഫിസ് മുഹമ്മദ് വർക്കലയുടെ പ്രാർത്ഥനയും പരിഭാഷയും ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ ആശംസ പ്രസംഗത്തിനായി എം മൗലവി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആഫിച്ചേരി സലീമിന്റെ ഭാര്യ ഷക്കീലയ്ക്കുള്ള തയ്യൽ വിഷയം ഏറ്റുവാങ്ങുന്നതിനായി റഹീം ഇയാപുറം, അതായത് കുഞ്ഞുമോൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷക്കീലയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മൈക്കോയിലേക്ക് എത്തിച്ചേരണമെന്ന് വിനീതമായി കേൾക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ യോഗാധ്യക്ഷൻ, യോഗം ഉദ്ഘാടനം ചെയ്ത ആദരണീയരായ നമ്മുടെ എല്ലാം ഗുരുവര്യരായ ഷൈഖുന പണ്ഡിത ഉസ്താദ് അവറുകളെ, വേദിയിൽ സംഗീതരായ പണ്ഡിത സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം 2 മിനിറ്റ് കൊണ്ട് ആശംസ ഒതുക്കണമെന്നാണ് എൻ്റെയും ആഗ്രഹം. അതുതന്നെയാണ്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ ഈ സമയം വരെ വിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെടുവാനും ഖുർആനിൽ എന്താണെന്ന് മനസ്സിലാക്കുവാനും ഖുർആൻ അനുസരിച്ച് ജീവിക്കുവാനുമുള്ള വലിയൊരു പ്രചോദനമാണ് അൽഹംദുലില്ലാഹ് ഇന്ന് നമുക്ക് കിട്ടിയത്. ഇത് സംഘടിപ്പിച്ച അതിൻ്റെ സംഘാടകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതിനോടൊപ്പം ഇനിയുള്ള സമയം ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടുവാനും ഖുർആൻ അനുസരിച്ച് ജീവിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ സമ്മേളനത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി തയ്യൽ വിഷയം വിതരണമാണ്. വിതരണം ചെയ്യുന്നതിനായി കുമ്മനം ജുമാ മസ്ജിദ് വൈസ് പ്രസിഡന്റ് ഹാജി MK റാവുത്തർ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങാനായി റഹീം ഇയപ്പുറം ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തയ്യൽ വിഷയം വിതരണം കുമ്മനം ജുമാ മസ്ജിദ് വൈസ് പ്രസിഡന്റ് ഹാജി MK റാവുത്തർ നിർവഹിക്കുന്നതാണ്. ഏറ്റുവാങ്ങുന്നതിനായി റഹീം ഇയപ്പുറം ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ഇഫിസ് മത്സരത്തിൽ വിജയികളായ മുഹമ്മദ് ഷിഹാബ്, മുഹമ്മദ് സൽമാൻ, അബ്ദുൽ ബാസിത്ത് എന്നിവർ ഈ സ്റ്റേജിന്റെ സമീപത്തേക്ക് എത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മുഹമ്മദ് ഷിഹാബ്, മുഹമ്മദ് സൽമാൻ, അബ്ദുൽ ബാസിത്ത് എന്നീ മത്സര വിജയികൾ ഈ സ്റ്റേജിന്റെ സമീപത്തേക്ക് എത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നൂർ മസ്ജിദ് ഇമാം ഇബ്രാഹിം മൗലവി ഈ സ്റ്റേജിലേക്ക് എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നൂർ മസ്ജിദ് ഇമാം ഇബ്രാഹിം മൗലവി. അടുത്തത് നമ്മുടെ രാവിലെ നടന്ന ഇഫ്ത് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനമാണ് നടക്കാനുള്ളത്. മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് മുഹമ്മദ് ഷിഹാബ് സൺ ഓഫ് മുഹമ്മദ് അലി ഏറ്റുമാനൂർ. രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് മുഹമ്മദ് സൽമാൻ സൺ ഓഫ് മുഹമ്മദ് ബഷീർ തിരാറ്റുപേട്ട. മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് അബ്ദുൽ ബാസിത്ത് സൺ ഓഫ് അബ്ദുൽ ഹമീദ് മൗലവി തിരാറ്റുപേട്ട. ഒന്നാം സമ്മാനം മൊമന്റോയും 10,000 രൂപ ക്യാഷ് അവാർഡുമാണ് ഒന്നാം സ്ഥാനം നേടിയ ആൾക്കുള്ള അവാർഡ്. ഒന്നാം സ്ഥാനം നേടിയ മുഹമ്മദ് ഷിഹാബിന് സമ്മാനദാനം നിർവഹിക്കാനായി ഷെയ്ഖുന അൽ ഉസ്താദ് VM മൂസ മൗലവി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മുഹമ്മദ് ഷിഹാബ് സൺ ഓഫ് മുഹമ്മദ് അലി ഏറ്റുമാനൂർ അവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ സമ്മാനം ഏറ്റുവാങ്ങേണ്ടതാണ്. സമ്മാനദാനം നിർവഹിക്കാൻ ഷെയ്ഖുന അൽ ഉസ്താദ് VM മൂസ മൗലവി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. രണ്ടാം സ്ഥാനം മുഹമ്മദ് സൽമാൻ സൺ ഓഫ് മുഹമ്മദ് ബഷീർ തിരാറ്റുപേട്ട സ്റ്റേജിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സമ്മാനദാനം നിർവഹിക്കാനായി അബ്ദുൽ ഷുക്കൂർ മൗലവിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മൂന്നാം സ്ഥാനം അബ്ദുൽ ബാസിത്ത് സൺ ഓഫ് അബ്ദുൽ ഹമീദ് മൗലവി തിരാറ്റുപേട്ട സ്റ്റേജിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സമ്മാനദാനം നിർവഹിക്കുന്നത് ഫതഹുദ്ദീൻ മൗലവി. ഇതോടൊപ്പം 12 മൊമന്റോകൾ വിതരണം ചെയ്യുന്നുണ്ട്. നമ്മുടെ വെബ്സൈറ്റിന്റെ ലോഗോ തയ്യാറാക്കിയിട്ടുള്ള തൗഫീഖ് ചാത്തങ്കോട്ടുമാലി, നിസാമുദ്ദീൻ കഴന്തറ എന്നിവരെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മൊമന്റോകൾ നൽകാനായി ഹാഫിസ് നൗഫൽ ഖാസിമിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വെബ്സൈറ്റ് ലോഗോ ഡിസൈൻ ചെയ്തിട്ടുള്ള തൗഫീഖ് ചാത്തങ്കോട്ടുമാലി, നിസാമുദ്ദീൻ കഴന്തറ എന്നിവരെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മൊമന്റോ വിതരണം ചെയ്യുന്നതിന് ഹാഫിസ് നൗഫൽ ഖാസിമി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നിസാമുദ്ദീൻ കഴന്തറ. നമ്മുടെ ഈ പരിപാടിയെ വമ്പിച്ച വിജയപ്രദമാക്കുവാൻ വേണ്ടി ആരംഭം മുതൽ കഠിന പരിശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹാഫിസ് ഇബ്രാഹിം ഹസനി നൂറുൽ ഇസ്ലാം മദ്രസ മസ്ജിദ് ഇമാം അദ്ദേഹത്തെ മൊമന്റോ ഏറ്റുവാങ്ങുന്നതിന് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഹാഫിസ് താഹ മൗലവി അവറുകൾ നമ്മുടെ ഈ പരിപാടിയുടെ എല്ലാമെല്ലാമായ രാപ്പകലില്ലാതെ ഈ പരിപാടിക്ക് വേണ്ടി കഠിനപ്രയത്നം ചെയ്തിട്ടുള്ള ഹാഫിസ് ഇബ്രാഹിം മൗലവി ഹസനി നൂറുൽ ഇസ്ലാം മസ്ജിദ്. അടുത്തതായി നമ്മുടെ ഈ സമാപന സമ്മേളനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇവരുടെ ദുആ ആണ് ഹാഫിസ് മുഹമ്മദ് വർക്കലിന്റെ മൊമന്റോ
നൽകുന്ന ചടങ്ങാണ് അടുത്തായിട്ട് നടക്കുന്നത്. ഷെയ്ഖുന അൽ-ഉസ്താദ് വി. എം. മൂസ മൗലവി അവരുടെ ആദരപൂർവ്വം ഹാഫിസ് മുഹമ്മദ് വർക്കലയുടെ ദ്വായും അതിന്റെ പരിഭാഷയുമാണ്. നമ്മുടെ വെബ്സൈറ്റ് മാസിം എന്നാണ്, MACIM. ഞാൻ പറഞ്ഞതുപോലെ ചെറിയ വാക്ക് തന്നെയാണ്. ഞാൻ കണ്ടപ്പോഴത്തെ നീണ്ട പേര് കണ്ടുകൊണ്ടാണ് പറഞ്ഞത്. ചെറിയ www.macim.com. ഈ ഒരു അഡ്രസ് നമ്മൾ എല്ലാവരും അതുകൂടെ വെച്ചിട്ട് എല്ലാവരും അവരുടെ മൊബൈലിൽ സൂക്ഷിച്ചാൽ സുഖമായി നമുക്ക് പരിപാടി ടോണിലുണ്ട്. അത് ശ്രമിക്കാനും കേൾക്കാനും അത് സൂക്ഷിച്ച് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. ഫേസ്ബുക്കിലും അക്കൗണ്ട് ഉണ്ട്. facebook.masimfoundation.com അടിച്ചു കൊടുത്താൽ ഫേസ്ബുക്കിൽ അക്കൗണ്ട് കാണാം. Respected parents, distinguished dignitaries, scholars and my dear friends, Assalamu alaikum wa rahmatullahi wa barakatuh. I am very happy that I had an opportunity to introduce myself, even though I am well known to most of you. Let me proudly say that by the grace of Almighty Allah, I can memorize the Holy Quran fully. It is learned by hearing the cassettes of Sheikh Abdul Rahman al-Students, the chief Imam of Holy Mecca. He is only my teacher. In Surah Al-Qamar, Allah says that وَلَقَدْ يَسَّرْنَا الْقُرْآنَ لِلذِّكْرِ هَلْ مِن മുദ്ദക്കിർ. തീർച്ചയായും ആലോചിച്ച് മനസ്സിലാക്കുവാൻ ഖുർആൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ? In Surah Al-Hijr, ayah number 9, Allah says that Inna nahnu nazzalna dhikra wa inna lahu lahafizun. തീർച്ചയായും നാമാണ് ആ ഉദ്ബോധനം അവതരിപ്പിച്ചത്. തീർച്ചയായും നാം അതിനെ കാത്തു സൂക്ഷിക്കുന്നതുമാണ്. In Surah Al-Baqarah, Allah asking that وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَى عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ. നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചു കൊടുത്തതിനെ, അതായത് വിശുദ്ധ ഖുർആനെ പറ്റി നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ അതിൻ്റേതുപോലുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. അല്ലാഹുവിന് പുറമെ നിങ്ങൾക്കുള്ള സഹായികളെ വിളിച്ചുകൊള്ളുക. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതാണല്ലോ വേണ്ടത്. If you are doubtful about what we have revealed to our servant, then bring forth a surah like it, then call upon your
can besides Allah if you should be truthful. I express my sincere thanks to Kummanam Jama'at. I express my sincere thanks to Kummanam Muslim Jama'at, Kummanam Muslim Jama'at Masjid for inviting me to Kummanam Jama'at Masjid Committee for inviting me in this grand function. I request you to pray for my good health, intellectual skill, memory power, be a good hafiz, and get paradise with Rasul sallallahu alaihi wasallam. I will also pray for all. I came to know that Kummanam Jamaat Committee is conducting Hifz competition of 2013. Thank you all. Assalamu alaikum wa rahmatullahi wa barakatuh. Ameen, ameen, alhamdulillah, alhamdulillah, rabbil alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. Allahumma ij'alna min ahli. Allahumma ij'alhu shafi'an lana wa hujjatan lana la hujjatan alayna. Allahumma ya sami' as-sawt wa ya kafir al-waqil man ba'da al-maut nas'aluka an taj'alana min al-maqbulin. Allahumma la taruddana khaibin. Allahumma la taruddana khaibin. Allahumma la taruddana khaibin. Allahumma ij'al khayra a'malina khawatimaha wa khayra a'malina akhiraha wa khayra ayyamina yawma nalqak. Allahumma matti'na min nawariya wajhika al-karim بجوار الحبيب المصطفى والنبي المجتبى يا رب العالمين. اللهم اجعل القرآن ربيع قلوبنا ونور أبصارنا وجلاء أحزاننا وذهاب همومنا وغمومنا وقائدنا إلى رضوانك وإلى جناتك جنات النعيم. اللهم ذكرنا منه ما نسينا وعلمنا منه ما جهلنا وارزقنا تلاوته آناء الليل وأطراف النهار على الوجه الذي يرضيك عنه. اللهم اغفر لجميع موتى المسلمين الذين شهدوا لك بالوحدانية ولنبيك بالرسالة وماتوا على ذلك. اللهم اغفر له وارحمه وعافه واعف عنه واكرم نزله ووسع مدخله واغسله بالماء والثلج والبرد ونقه من الذنوب والخطايا كما ينقى الثوب الابيض من الدنس. اللهم جازه بالحسنات إحسانا وبالسيئات غفرانا. اللهم انزله على قبورهم الضياء والنور والفصحة والسرور حتى يكونوا في بطون الألحاد مطمئنين وعند قيام الأشهاد آمنين وإلى أعلى جناتك سابقين. اللهم
അബ്ദുൽ നാസർ അല്ലാഹ് അന്യായമായ തടങ്കലിൽ പാർക്കപ്പെട്ടിരിക്കുന്ന അബ്ദുൽ നാസർ മഅദനിയെ നീ മോചിപ്പിക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന് ആശ്വാസം നൽകണേ അല്ലാഹ്. ദീനിന് സേവനം ചെയ്യാൻ വീണ്ടും അവസരം നൽകണേ അല്ലാഹ്. അല്ലാഹ് ഇവിടുത്തെ സംഘാടകർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. എന്നെ ക്ഷണിക്കാൻ വന്നവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹ് ഇവിടെയുള്ള ഉസ്താദന്മാരെ എല്ലാം അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹ് ഈ സ്ഥാപനത്തെ സഹായിക്കണേ അല്ലാഹ്. അല്ലാഹ് എന്റെ ദുആകൾ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹ് എന്നെ മരണം വരെ ഹാഫിളായി നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹ് എന്റെ അസുഖങ്ങൾ ശിഫാക്കണേ അല്ലാഹ്. അല്ലാഹ് എന്റെ ഓർമ്മ ശക്തി നിലനിർത്തണേ അല്ലാഹ്. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സമാപന സമ്മേളനത്തിന്റെ കൃതജ്ഞതയ്ക്കായി എം.പി. മുഹമ്മദ് കുഞ്ഞി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم. أرجو الحاج إبراهيم مولانا وبشري ولسنا وتسلي سميتا بسنتا يوسف القرآن وسلم السماوات والأرض بيتها من الدنيا تتبعي بفعل ഈ യോഗത്തിന്റെ അധ്യക്ഷ വഹിച്ച ബഹുമാനപ്പെട്ട താരത്തങ്ങളായി അവരുടെ ഈ ഫൗണ്ടേഷന്റെ പേരിൽ ഞാൻ പ്രത്യേകപ്പെടുത്തുന്നു. ഈ യോഗം ധന്യമാക്കുന്നതിന് വേണ്ടി ഈശ്വരന്റെ ഉദ്ഘാടന പ്രസംഗം നടത്തിയ നമ്മുടെ ബഹുമാന്യനായ അവരുടെ ഫൗണ്ടേഷന്റെ പേരിൽ ഞാൻ പ്രത്യേകപ്പെടുത്തുന്നു. ഈ യോഗത്തിൽ നമുക്ക് ധന്യമാക്കിയ ആഫീസ് മുഹമ്മദിന് ഈ ഫൗണ്ടേഷന്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിച്ചു. കൂടാതെ എല്ലാ വ്യക്തികൾക്കും ഈ പ്രോഗ്രാം ഭംഗിയാക്കാൻ വേണ്ടി ഇവിടെ ഈ സ്റ്റേജ് ഒരുക്കിയ ഓസ്കാർ ഷാജിക്ക് ഈ ഫൗണ്ടേഷൻ്റെ പേരിൽ ഞാൻ കൂടാതെ ഇവിടെ ഈ ലൈഫ് ആൻഡ് സൗണ്ട്സ് നമുക്ക് പ്രവർത്തിച്ച ലൈഫ് ആൻഡ് സൗണ്ട്സിന് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനും ഫൗണ്ടേഷൻ്റെ പേരിൽ ഞാൻ കൂടാതെ നമുക്ക് സുഭിക്ഷമായ ഭക്ഷണം നമ്മളെ സംരക്ഷിക്കും ശ്വാസനെ ധന്യമാക്കുകയാണ് ഈ പള്ളിയുടെ പ്രസിഡന്റ് കൂടിയായ റാബി ഈ ഫൗണ്ടേഷൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി പ്രിയമുള്ള സഹോദരങ്ങളെ, 3 സലാത്തോടുകൂടി നമ്മുടെ ഈ യോഗം അവസാനിക്കുകയാണ്. എല്ലാവരും സലാത്ത് ചൊല്ലുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم تسليما. السلام عليكم ورحمة الله وبركاته. नशहद हदाना मकसद खुदा
اللهم صل على رسولنا